നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഉറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുടങ്ങാതെ ചെയ്തിരുന്ന ഒരു 10 കാര്യമുണ്ട്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനി മുതൽ, ഇത്രയും ദിവസം പോട്ടെ, ഇനി മുതൽ നബിതങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് വാദിക്കുന്ന ഞാനും നിങ്ങളും, നബിതങ്ങളുടെ മൗലിദ് ഓതുന്ന, നബിതങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്ന ഞാനും നിങ്ങളും പലപ്പോഴും വിസ്മരിച്ച് കളയുന്ന അല്ലെങ്കിൽ മറന്നു പോകുന്ന, നമ്മൾ മനഃപൂർവ്വം ഉപേക്ഷിക്കുന്ന അതിമഹത്തായ ചില കാര്യങ്ങളാണ് ഉറങ്ങുന്നതിന് മുമ്പുള്ള ചില കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി ചെയ്തിരുന്ന ഈ കാര്യങ്ങൾ, ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ഇനി നമ്മൾ കിടന്ന് ഉറങ്ങാൻ. കൂടാതെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന 4 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. 1 മിനിറ്റ് പോലും വേണ്ട സത്യം പറഞ്ഞ ഇത് ചെയ്യാൻ. 4 കാര്യങ്ങൾ അത് ചെയ്താൽ അമ്പരപ്പിക്കുന്ന പ്രതിഫലങ്ങളാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മൊത്തത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അവസാനം നമുക്ക് ഇൻഷാ അല്ലാഹ് അഷ്റക ബൈത്തിന്റെ ഏതാനും ചില വരികൾ ബറക്കത്തിന് നമുക്ക് ഒന്നിച്ചു ചൊല്ലി നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പഠിക്കാനുള്ള, നബിതങ്ങളുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് ഒരുപാട് നേടിയെടുക്കാൻ, പ്രതിഫലങ്ങൾ വാരിക്കോരി നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അവസാനം വരെ കാണാൻ വിട്ടുപോവല്ലേ. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് പരിശുദ്ധമായ പവിത്രമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ 8ാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. ഇന്നത്തെ മഗ്‌രിബോട് കൂടി 9ാമത്തെ രാവിലേക്കൊക്കെ നമ്മൾ കടക്കുകയാണ്. അൽഹംദുലില്ലാഹ് നമ്മൾ ചെയ്യുന്ന മൗലിദ് അതുപോലെ സ്വലാത്തുകളെല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഈ ഒരു പുണ്യമായ മാസത്തിൽ നമുക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇപ്പോൾ മൗലിദ് ചൊല്ലാനൊക്കെ നമ്മുടെ മക്കളെ നമ്മൾ പ്രേരിപ്പിക്കണം. മൗലിദിൻ്റെ മജ്‌ലിസിൽ പോയിരിക്കാൻ, പ്രത്യേകിച്ച് മഗ്‌രിബിന് പള്ളിയിലൊക്കെ വിടാൻ നമ്മൾ മക്കളെ പ്രത്യേകം ശ്രദ്ധിപ്പിക്കുക. നമ്മുടെ ആൺമക്കളെ, പെൺമക്കളാണെങ്കിൽ വീട്ടിൽ തന്നെ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും കൂടി, ഇപ്പോൾ നമ്മളെ ചാനലിൽ തന്നെ അൽഹംദുലില്ലാഹ് മൗലിദ് ഉണ്ട്. ഇപ്പോൾ 2 ഹിക്കായത്തൊക്കെ വെച്ച് നമ്മൾ ഓതുന്നുണ്ടല്ലോ. അപ്പോൾ ആ മൗലിദിൻ്റെ മജ്‌ലിസിൽ എന്തായാലും നിങ്ങൾ പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെയോ, ഇപ്പോൾ ഓണത്തിൻ്റെ വെക്കേഷനായി അല്ലേ, സ്കൂളുകളൊക്കെ അടച്ചു. ഇനിയിപ്പോൾ അടുത്ത ഒരാഴ്ച ഓണത്തിൻ്റെ വെക്കേഷനാണ്. ഇപ്പോൾ നമ്മുടെ മക്കൾ മദ്രസയിൽ ദഫിൻ്റെ പ്രോഗ്രാം, അതിൻ്റെയൊക്കെ ഈ റിഹേഴ്സൽ നടക്കുന്നു. പല കുട്ടികളുടെയും പരിപാടികളൊക്കെ കഴിഞ്ഞു, നബിദിന പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഒരു ആഴ്ച പല ദിവസങ്ങളിലായി കുട്ടികളുടെ ഈ പരിപാടികൾ, നബിദിന പരിപാടികളൊക്കെ പലരും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, പല മദ്രസകളും പള്ളികളും ഒക്കെ. അപ്പോൾ അൽഹംദുലില്ലാഹ് അതൊക്കെ വലിയ ഖൈറാണ്. അപ്പോൾ അതൊക്കെ സന്തോഷത്തോടു കൂടി നമ്മൾ ഏറ്റെടുത്ത് ആ പരിപാടികളൊക്കെ വിജയിപ്പിക്കുക. പിന്നെ നബിദിനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്വതക്ക കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള പള്ളികളിലൊക്കെ അവിടെയൊക്കെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ നബിദിനത്തിൻ്റെ ഫുഡ് കൊടുക്കുന്നുണ്ടാകും. അപ്പോൾ അതിലൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഒരു 500 രൂപയോ 1000 രൂപയോ അതൊക്കെ ഒരു വലിയ ഹയർ, നമുക്കൊരു മുതൽക്കൂട്ടാണത്. കാരണം ആ ഭക്ഷണം ഒരുപാട് ആളുകൾ കഴിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉമ്മമാരൊക്കെ നിങ്ങളുടെ കയ്യിൽ സേവ് ആക്കിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ പൈസകൾ ഉണ്ടാവുമല്ലോ, അതൊരു 100 രൂപയാവട്ടെ, അത് മക്കളുടെ കയ്യിൽ കൊടുത്തു, അത് ഉസ്താന് കൊടുത്തേക്ക്, ഉമ്മച്ചി തന്നെയാന്ന് പറ, ഇത് നമ്മുടെ നബിദിനത്തിൻ്റെ പരിപാടിക്ക് വേണ്ടി ഭക്ഷണത്തിൻ്റെ വേണ്ടിയാണെന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടാണ്. നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഒരു ആപത്ത് മുസീബത്തൊക്കെ വരാനുണ്ടെങ്കിൽ അതൊക്കെ തട്ടി മാറ്റപ്പെടാൻ അതൊക്കെ വലിയ കാര്യമാണ്. അപ്പം ഇൻഷാ അല്ലാഹ് അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമായൊരു മാസത്തിലാണല്ലോ അല്ലേ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നബിതങ്ങളെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? ഒന്നാമത്, നബിതങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യുക അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് നിസ്കരിക്കാൻ പറഞ്ഞു, നോമ്പ് പിടിക്കാൻ നമ്മളോട് പറഞ്ഞു അല്ലേ. അതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഫർളായ കാര്യങ്ങൾ ചെയ്യുക, സുന്നത്തായ കാര്യങ്ങൾ അധികരിപ്പിക്കുക. പിന്നെ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുക, പിന്നെ നബിയെ ഇഷ്ടം വെക്കുക. അപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെക്കുന്നതിൽ പെട്ട ഒരു കാര്യം മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളിൽ പെട്ട ഒരു കാര്യമാണ് ഈ ഉറങ്ങുന്നതിന് മുമ്പ് അല്ലേ. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 10 കാര്യം നമുക്ക് ചെയ്തിട്ട് കിടക്കാൻ പറ്റുമോ? എൻ്റെ പൊന്നുസ്താദെ, വളരെ ക്ഷീണിച്ചും പ്രയാസപ്പെട്ടൊക്കെയാണ് ഞങ്ങൾ രാത്രി ഒന്ന് കിടക്കാം, ആ സമയത്ത് ഇനി 10 കാര്യം കൂടി ചെയ്തിട്ട് കിടക്കണോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നമുക്ക് ആ കിടക്കപ്പായിൽ കിടന്നിട്ട് വേണമെങ്കിൽ നമുക്കിത് ചെയ്യാമെന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായ ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് സ്വപ്നത്തിൽ കാണാൻ, നബി തങ്ങളൊന്ന് കിനാവ് കാണാൻ നമുക്ക് ചെയ്യാൻ പറ്റിയ 10 സിമ്പിളായ കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെയ്തിരുന്ന 10 കാര്യം. നബി തങ്ങൾ ആയിഷ ബീബി ഉൾപ്പെടെ മറ്റ് ഭാര്യമാരോട്, മറ്റ് സ്വഹാബിമാരോട്
ഭാര്യമാരോടൊക്കെ ചെയ്തിട്ട് കിടക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തിയ ഒരു 10 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മളൊക്കെ നബിതങ്ങളെ സ്വപ്നം കാണാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. മാത്രമല്ല നബിതങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ പരമാവധി ഏതൊക്കെ മേഖലയിൽ നമുക്ക് സുന്നത്തായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. ഒന്നാമതായി, നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് വുളു എടുത്തിട്ടായിരിക്കണം കിടക്കുക. എത്ര പേര് അങ്ങനെ ചെയ്യാറുണ്ട്? എത്ര പേര്? നമുക്കറിയാം പല കാര്യങ്ങളും സുന്നത്താണെന്ന്, പക്ഷേ നമ്മുടെ മടി കൊണ്ടോ അല്ലെങ്കിൽ മറവി കൊണ്ടോ നമ്മളത് പലപ്പോഴും ചെയ്യാറില്ല. അപ്പം അതുകൊണ്ട് ഇനി തൊട്ട് അത് മടിയാവട്ടെ മറവിയാവട്ടെ അതുണ്ടാവാതെ സൂക്ഷിക്കുക. വുളു എടുത്തിട്ട് അത് സ്ഥിരമായി നമ്മൾ ചെയ്തിട്ട് കിടന്നാൽ ഒരു ദിവസം നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു കാര്യം ചെയ്യാൻ വിട്ടുപോയല്ലോ, അങ്ങനെ ഒരു ചിന്ത നമുക്ക് മനസ്സിൽ വരും. അപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാകും, അല്ലോ ഞാൻ വുളു എടുത്തില്ലല്ലോ, അപ്പോൾ പോയി വുളു എടുക്കാൻ പറ്റും. അപ്പോൾ വുളു ആയിട്ട് കിടക്കുക, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇദാ നാമ അലാ ത്വഹാറത്തിൻ റുഫിഅ റൂഹുഹു ഇലൽ അർശ് എന്നാണ്. ഒരാൾ ഉറങ്ങുന്ന സമയത്ത് ശുദ്ധിയോടെ ഉറങ്ങിയാൽ, ശുദ്ധിയോടെ എന്ന് പറഞ്ഞാൽ വുളു എടുത്തിട്ട് ഉറങ്ങിയാൽ അവന്റെ റൂഹ് അർശുമായിട്ട് ബന്ധമുണ്ടാകുമെന്നാണ്. ഇപ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഉസ്താദെ എന്നെ ആന കുത്താൻ വരുന്നതായിട്ട് സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി, ഉമ്മ എന്നെ ഇങ്ങനെ വിളിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു, ഉമ്മ എനിക്ക് നിസ്കാര കുപ്പായം മരിച്ച ഉമ്മ എനിക്ക് നിസ്കാര കുപ്പായം കൊണ്ടുവരുന്ന തന്നതായിട്ട് ഞാൻ കണ്ടു, അല്ലെങ്കിൽ ഞാനൊരു വലിയ കുഴിയിലേക്ക് വീഴുന്നതായിട്ട് സ്വപ്നം. ഇങ്ങനെ ഒരുപാട് ആളുകൾ പല രൂപത്തിൽ ബന്ധപ്പെടാറുണ്ട് ഈ സ്വപ്ന വ്യാഖ്യാനം ചോദിച്ച്. സത്യം പറഞ്ഞാൽ സ്വപ്ന വ്യാഖ്യാനം ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഞാനൊരു സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ ആളുമല്ല. പിന്നെ ചില ഉസ്താദുമാരൊക്കെ പറയുന്നത് കേട്ട് അവരുടെ ഇജാദത്തോടു കൂടി നിങ്ങളോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരുന്നു എന്ന് മാത്രം. പിന്നെ അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ആന കുത്താൻ വരുന്നു, പോത്ത് കുത്താൻ വരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഞാൻ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തായി, അല്ലെങ്കിൽ മരണപ്പെട്ട ഉമ്മ വാപ്പ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നു, മരണപ്പെട്ട ഭർത്താവ് പോവാന്ന് പറയുന്നു, മരണപ്പെട്ട ഭാര്യ വന്നിട്ട് എനിക്ക് കുറച്ച് ഭക്ഷണം തരുന്നു, ഇങ്ങനെ കണ്ടു, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ മരിക്കോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മൾ കാണുന്ന സ്വപ്നം, മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കാണുന്ന സ്വപ്നങ്ങളിൽ 95% സ്വപ്നങ്ങളും പാഴ്ക്കിനാവുകളാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മുൻകൂട്ടി കാണിച്ചു തരുന്ന ചില സ്വപ്നങ്ങളുണ്ട്. അതെങ്ങനെയാണ് ആ സ്വപ്നം? അതാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്, ഇദാ നാമ അലാ തുഹാറത്തി. ഒരാൾ വുദുവോടുകൂടി കിടക്കണം. ചുമ്മാ സിനിമയും കണ്ട് അതും ചെയ്ത് ഇതും ചെയ്ത് ഹറാമും ചെയ്തിട്ട് കിടന്ന് ഉറങ്ങി, അപ്പോൾ ആരോ മരിച്ച ഉമ്മ വന്നിട്ട് ബാടാ മോനെന്ന് വിളിച്ചു, അപ്പോൾ ഉസ്താദ് ഞാൻ മരിക്കോ, അങ്ങനെയൊന്നുമില്ല. അപ്പം തന്നെ മനസ്സിലായി, നമ്മൾ വുദു അല്ലാതെ വുദു എടുത്തിട്ടല്ല കിടന്നത്, എന്നിട്ടൊരു സ്വപ്നം കണ്ടാൽ അത് വെറുതെ സ്വപ്നമാണെന്ന് മനസ്സിലാക്കിയോ. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ചെയ്യേണ്ട സുന്നത്തുകളൊന്നും ചെയ്യാതെയാണ് കിടന്ന് ഉറങ്ങുന്നതെങ്കിൽ ആ ഉറക്കത്തിൽ നമ്മൾ എന്തെങ്കിലും സ്വപ്നം കണ്ടാൽ അത് വെറും പാഴ്ക്കിനാവാണ്, അത് കിനാവാണ്, അതിന് യാതൊരു അർത്ഥവുമില്ല. അല്ലാതെ വുദു എടുത്തിട്ട് ഇനി പറയാൻ പോകുന്ന സുന്നത്തായ അദബുകളായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കിടന്നുറങ്ങിയിട്ട് സ്വപ്നം കണ്ടാൽ അതിലെന്തെങ്കിലും നമുക്ക് വാസ്തവം ഉണ്ട് എന്ന് പറയാം. അപ്പം അതുകൊണ്ട് നമ്മൾ കാണുന്ന സ്വപ്നം അത് ഫലിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. എങ്ങനെ? നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് എങ്ങനെയാണ് കിടന്നത്? വുളുവോടുകൂടിയാണോ? അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, വുളുവോടുകൂടി കിടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാത്ത കാര്യമാണ്. നബിതങ്ങളെ ഇഷ്ടം വെക്കുന്ന നാം ഓരോരുത്തരും നബിയെ മദ്ഹ് പറയുന്നു, നാം മൗലിദ് ഓതുന്നു, അതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ നബിതങ്ങളുടെ ഈ ഒരു സുന്നത്ത് നമ്മൾ പ്രാവർത്തികമാക്കാൻ ഞാനും നിങ്ങളും മറന്നു പോകാൻ പാടില്ല. രണ്ടാമത്തേത്, മിസ്വാക്ക് ചെയ്യുക. ഉറങ്ങുന്നതിന് മുമ്പ് ഒന്നൊന്ന് ബ്രഷ് കൊണ്ടൊന്ന് പല്ലിലൊന്ന് ഓടിക്കൽ പ്രത്യേകം സുന്നത്താണ്. മൂന്നാമത്തെ ഒരു കാര്യമാണ് കിടക്കുന്നതിന് മുമ്പ് ഒരു തൗബയുടെ മനസ്സോടുകൂടി കിടന്നുറങ്ങുക. തൗബയുടെ മനസ്സോടുകൂടി, അതായത് കിടക്കുന്ന സമയത്ത് അല്ലാഹുവേ പടച്ചോനെ ഇന്ന് ഞാൻ ചുമ്മാ കിടന്നിട്ട് ഇങ്ങനെ അല്ലാഹുവേ ഞാൻ ഇന്ന് എന്തോരം തെറ്റ് ചെയ്തു പോയി റബ്ബേ, ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി അല്ലാ, എല്ലാം നീ എനിക്ക് വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ, അസ്തഗ്ഫിറുല്ലാഹ്, ഒരു ഇസ്തിഗ്ഫാർ. അതായത് കാരണം ആ ഉറക്കം കഴിഞ്ഞ് നമ്മൾ ഇനി എഴുന്നേക്കുമെന്നൊന്നും ഒരു ഉറപ്പില്ല, അല്ലേ? ഒരു ഉറപ്പില്ല. അതുകൊണ്ട് ഞാൻ നാളെ ഉണ്ടാവുമെന്ന് അറിയില്ല പടച്ചോനെ, ഞാൻ ഈ രാത്രി അങ്ങനെ ഈ ഉറക്കത്തിലെങ്ങനെ മരണപ്പെട്ടു പോയാൽ എൻ്റെ പാപങ്ങളൊക്കെ പുറത്തു തരണേ റബ്ബേ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിട്ട് വേണം കിടക്കാൻ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽപ്പെട്ടതാണ്. പിന്നെ മറ്റൊരു കാര്യമാണ്, ഇവിടെ ആയിഷ ബി റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആയിഷ, ഉറങ്ങുന്നതിന് മുമ്പ് 4 കാര്യം ചെയ്യണേ. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, അല്ലേ? നമ്മൾ പലപ്പോഴും ഇത് പറയാറുള്ളതാണ്, ചെയ്യാറുള്ളതാണ്. 4 കാര്യം ചെയ്തിട്ട് വേണേ കിടക്കാൻ. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, വിശുദ്ധമായ ഖുർആൻ മുഴുവനും ഓതി തീർത്ത് ഖത്തം തീർത്തിട്ട് വേണേ നീ കിടന്നുറങ്ങാൻ. രണ്ടാമത്തേത്, പരിശുദ്ധമായ ഹജ്ജും ഉംറയും നീ ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ. മൂന്നാമത്തെ കാര്യമായി പറയുന്നത്, ലോക മുഅ്മിനീങ്ങളുടെ പൊരുത്തം വാങ്ങിച്ചിട്ട് വേണേ നീ കിടന്നുറങ്ങാൻ. അതുപോലെ തന്നെ 4-ാമത്തേത്, മുഴുവൻ പ്രവാചകന്മാരുടെയും ശഫാഅത്ത് നിനക്ക് ഉറപ്പാക്കിയിട്ട് വേണം നീ കിടന്നുറങ്ങാൻ. അപ്പോൾ ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, നബിയേ, ഇതൊക്കെ ഞാൻ ഈ കുറഞ്ഞ സമയത്ത്
സമയത്തിനുള്ളിൽ എങ്ങനെ ചെയ്ത് തീർക്കും? ഇതൊക്കെ ചെയ്താൽ പിന്നെ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ എനിക്ക് ഉറക്കം കിട്ടുമോ? എനിക്ക് ഉറങ്ങാൻ പറ്റുമോ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒന്നാമത്തെ കാര്യം, ഖത്മ് തീർത്തിട്ട് കിടക്കണമെന്ന് പറഞ്ഞാൽ 3 വട്ടം സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കോ. 3 വട്ടം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ സുലുസുൽ ഖുർആൻ എന്നാണ് അല്ലെ. 3 വട്ടം സൂറത്തുൽ ഇഖ്ലാസ് ആത്മാർത്ഥതയോടുകൂടി ഓതിയാൽ ഒരു പരിശുദ്ധമായ ഖുർആൻ മുഴുവനും ഓതി തീർത്തതുപോലെ, ഒരു ഖത്മ് മുഴുവനും ഓതി തീർത്തതുപോലത്തെ ഒരു പ്രതിഫലം അള്ളാഹു തരുമെന്നാണ്. അതുപോലെ സൂറത്തുൽ കാഫിറൂൻ ഉണ്ട്. സൂറത്തുൽ കാഫിറൂൻ അത് റുബുഉൽ ഖുർആൻ ആണെന്നാണ്. അത് 4 വട്ടം ഓതിയാലും ഈ ഖുർആൻ ഖത്തം തീർത്തത് പോലത്തെ ഒരു പ്രതിഫലം കിട്ടുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഖത്തം തീർത്തിട്ട് കിടക്കണമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം 3 വട്ടം എന്ത് ചെയ്യുക? സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. അത് സൂറത്തുൽ ഇഖ്ലാസ് മാത്രമാക്കേണ്ട, ഒരു ഫാത്തിഹ, അതുപോലെ ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ് 3 വട്ടം, പിന്നെ ഖുൽ അഊദു ബിൽ ഫലഖ്, ഖുൽ അഊദു ബിൻ നാസ്, ഈ 4 സൂറത്തും നമ്മൾ ഓതിയിട്ട് വേണം കിടക്കാൻ. പിന്നെ രണ്ടാമത്തേത്, ഹജ്ജും ഉംറയും ചെയ്ത പരിപൂർണമായ പ്രതിഫലം അത് കരസ്ഥമാക്കിയിട്ട് വേണം കിടന്നുറങ്ങാൻ. അതെങ്ങനെയാണ്? നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ആ ദിക്ർ ഉണ്ടല്ലോ, അത് പൂർണ്ണമായും പറഞ്ഞിട്ട് 1 വട്ടം പറഞ്ഞാൽ മതി. അത് പറഞ്ഞിട്ട് കിടന്നുറങ്ങുക. അതെന്താണ്? ഒരു ഹജ്ജിന്റെ ഉംറയുടെ പരിപൂർണമായ അതുപോലത്തെ ഒരു പ്രതിഫലം അള്ളാഹു നമുക്ക് തരുമെന്നാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, മുഴുവൻ മുഅ്മിനീങ്ങളുടെയും പൊരുത്തം വാങ്ങിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. എങ്ങനെയാ മുഴുവൻ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ? ഒരുപാട് മുഅ്മിനീങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അല്ലേ. ഒരുപാട് പേര് ഇനി വരാനിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന കാലത്തുണ്ട്. പക്ഷേ എല്ലാവരെയും കണ്ട് അവരോടൊക്കെ പൊരുത്തം ചോദിക്കാൻ നമുക്കൊന്നും പറ്റൂല. എങ്ങനെ പറ്റും? അപ്പം അതുകൊണ്ട് മുഴുവൻ മുഅ്മിനീങ്ങളുടെയും പൊരുത്തമൊക്കെ വാങ്ങുന്ന മൊത്തത്തിലെ ഒരു ദുആയാണ്. ഏതാണ്? അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ ദുആ 1 വട്ടം പറഞ്ഞിട്ട് വേണേ കിടക്കാൻ. അപ്പം എന്താണ്? ലോക മുഅ്മിനീങ്ങളുടെ പൊരുത്തം നമുക്കുണ്ടാകും. പിന്നെയോ നബി തങ്ങൾ 4-മതായി പറഞ്ഞു കൊടുക്കുന്നത് ആയിഷ ബീവിക്ക്, ആയിഷ മുഴുവൻ പ്രവാചകന്മാരുടെയും ഷഫാഅത്ത് ഉറപ്പിച്ചിട്ട് വേണേ കിടന്നുറങ്ങാൻ. അതെങ്ങനെയാണ്? ഒരു സ്വലാത്ത് ചൊല്ലുക. ഏതെങ്കിലും ഒരു സ്വലാത്ത്, ഏതെങ്കിലും നമുക്കറിയാവുന്ന ഒരുപാട് സ്വലാത്ത് ഉണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് കിടന്നുറങ്ങുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. വേണ്ട, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 വട്ടം പറഞ്ഞോളി. നമുക്ക് എന്താണ്? പ്രവാചകന്മാരുടെ ഷഫാഅത്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഈ 4 കാര്യം ചെയ്തിട്ട് കിടക്കാൻ എന്ത് ആയിഷ ബീബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ കാര്യം മറക്കണ്ട കേട്ടോ. പിന്നെയോ ഒരിക്കലും ഈ ഉറക്കത്തെ വലിച്ചു കൊണ്ടുവരുന്നൊരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഉറക്കം വരാൻ വേണ്ടി കിടക്കരുത്, ഉറക്കം വന്നിട്ട് കിടക്കണമെന്നാണ്. അപ്പോൾ ഉറക്കം വന്നിട്ട് കിടക്കുക, അതുവരെ നമ്മൾ എന്തെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ മറ്റൊരു കാര്യമാണ് കിബിലക്ക് അഭിമുഖം, കിബിലക്ക് മുന്നിട്ട് ഉറങ്ങുക. കിബിലക്ക് മുന്നിട്ട് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഞാനിരിക്കുന്നു, ഇപ്പോൾ എൻ്റെ കിഴക്ക് ഭാഗം, എൻ്റെ കിഴക്ക് എന്ന് പറയുന്നത് എൻ്റെ പുറകിലാണ്, എൻ്റെ പടിഞ്ഞാറ് ഫ്രണ്ടിൽ, പിന്നെ അത് വടക്ക്, ഇത് തെക്ക്. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. എൻ്റെ ദിശ അതാണ്. അപ്പോൾ എൻ്റെ ഈ വലതുഭാഗം ഉണ്ടല്ലോ, അപ്പം ഞാൻ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ തലവെക്കുക. വടക്ക് ഭാഗത്തേക്ക് ഞാൻ ഇങ്ങനെ തലവെക്കുക. എൻ്റെ കാല് രണ്ടും തെക്ക് ഭാഗത്തേക്ക് വരുന്ന രൂപത്തിൽ അങ്ങനെ തലവെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം? കിബിലയിലേക്ക് നോക്കി കിടക്കുക. അതായത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി കിടക്കുക. അങ്ങനെ കിടക്കാം. അങ്ങനെ കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് നമ്മൾ മയ്യത്തിനെ കബറിലേക്ക് ഇറക്കി വെക്കുന്ന രൂപമാണത്. അങ്ങനെ കിടക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? എൻ്റെ 2 കാലും എന്ത് ചെയ്യാം? കിബിലയിലേക്ക് വരുന്ന രൂപത്തിൽ, പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുന്ന രൂപത്തിൽ, തല കിഴക്ക് ഭാഗത്തേക്ക് വരുന്ന രൂപത്തിൽ അങ്ങനെയും കിടക്കാം. അപ്പോൾ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക? കിബിലക്ക് അഭിമുഖമായിട്ട് കിബിലയിലേക്ക് തല വരുന്ന രൂപത്തിൽ കിടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവസാനമായി പറയട്ടെ, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒരു ദുആ, ചെറിയൊരു ദുആ പറഞ്ഞിട്ട് എടുക്കുക. ഉറങ്ങുന്ന സമയത്ത് പല പല ദുആകളുണ്ട്. അത് നമുക്ക് വളരെ വേഗത്തിൽ പറയാൻ പറ്റുന്നൊരു ദുആയാണ് ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂത്ത് എന്ന രൂപത്തിൽ ആ ഒരു ദിക്ർ, ആ ഒരു ദുആ അത് പറഞ്ഞിട്ട് കിടന്നാൽ വളരെ പുണ്യമാണ്. പിന്നെ നമുക്ക് ഉറക്കം വരുന്നത് വരെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ കിടക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യമായ മാസത്തിൽ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഈ നബി തങ്ങളെ ഇതൊക്കെ നമ്മൾ ചെയ്ത് സ്വലാത്തും ചൊല്ലി ഇങ്ങനെ കിടന്നുറങ്ങിയാലുണ്ടല്ലോ നബിതങ്ങൾ നമുക്ക് സ്വപ്നം കാണാം. കാരണം നബിതങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ജീവിതത്തിൽ ഉറങ്ങുന്ന സമയത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് കിടന്നാൽ നബിയെ സ്വപ്നം കാണാൻ വേറെ എന്തെങ്കിലും വേണോ? വേണ്ട, ഇത് തന്നെ മതിയാകും ധാരാളം.
ഒരു ദിവസമല്ലോട്ടെ, എല്ലാ ദിവസവും നമുക്ക് പറ്റുന്നത് പോലെ തുടർച്ചയായിട്ട് ചെയ്താൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഫലം നമുക്ക് ജീവിതത്തിൽ കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാനും അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നബിയോടൊപ്പം നമുക്ക് സ്വർഗ്ഗത്തിൽ കടക്കാനും അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മൾ അഷ്റക ബൈത്തിൻ്റെ കുറച്ച് വരികൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്കൊരു ബർക്കത്തിന് വേണ്ടി നമ്മൾ പാരായണം ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചൊല്ലുന്ന മൗലിദുകൾ സ്വലാത്തുകളെല്ലാം അല്ലാഹു പരിപൂർണമായതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് അഷ്റക ബൈത്തിൻ്റെ കുറച്ച് ഭാഗം ചൊല്ലിയാലോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. या नबी सलाम अलैकुम, या रसूल सलाम अलैकुम, या हबीब सलाम अलैकुम, या रसूल अल्लाह सलवातुल्लाह अलैकुम, या हबीब अल्लाह मा रअयनल ईसा हन्नत बिस्सुरा इल्ला إليك والغمام قد أضلت يا رسول الله والملا صلوا عليك يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا حبيب الله وأتاك العود يبكي وتذلل بين يديك واستجارت يا حبيبي يا رسول الله عندك اللبي النفور يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا حبيب الله حينما شد المحامل وتنادوا لي رحيلي جئتهم ودمع سائل يا رسول الله قلت قف لي يا دليل يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا حبيب الله അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാവട്ടെ. ഈ ഒരു ചൊല്ലിയ ഈ ഒരു ബൈത്തിൻ്റെ ഈ ഒരു മദ്ഹിൻ്റെ ഫലമായി നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾ അല്ലാഹു തആല മാറ്റി തരുമാറാവട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. രോഗങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കട്ടെ. എല്ലാവിധത്തിലുള്ള ഖൈറും ബറക്കത്തും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു തആല നൽകട്ടെ. ആമീൻ ആമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.